ദുർഗയുടെയും വിശേഷങ്ങളൊന്നും ഇവിടെ തീർന്നിട്ടില്ല. പ്രിയപ്പെട്ടവരുടെ വിശേഷങ്ങളിലേക്ക്, റെഡ് കാർപ്പറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. So let's begin this show. This is Red Carpet. അപ്പോ ദുർഗ, അർജുൻ രണ്ടുപേർക്കും വീണ്ടും ഞങ്ങളുടെ റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ഉണ്ണിയേട്ടാന്നാട്ടോ വിളിക്കണേ, എല്ലാവർക്കും അറിയായിരിക്കും. ഉണ്ണിയേട്ടൻ ബ്രോയ്, ബ്രോയ്, ഉണ്ണിയേട്ടൻ ബ്രോയ്. ബ്രോയ് അതെന്താണ് അതിന്റെ അർത്ഥം? എടാ ഇത് ആദ്യം ഫ്രണ്ട്സ് ആയിരുന്നു, അപ്പൊ ഞാൻ ആംഗ്ല സ്ഥാനത്ത് ബ്രോയ് ബ്രോയ് അതായിരുന്നു. പക്ഷെ ഇവള് കള്ളിയാണ് കേട്ടോ. ഒരു ഇൻസ്റ്റ പോസ്റ്റ് ഉണ്ടപ്പോ ഞാൻ ചോദിച്ചു, ഇത് നിങ്ങള് ഡേറ്റ് ചെയ്യാണോ, നിങ്ങൾ റിലേഷൻഷിപ്പിലാണോ? ഏയ് അത് ചുമ്മാ ഞങ്ങൾ ഒരു ഫോട്ടോ എടുക്കുകയാണ്. അതിങ്ങനെ അങ്ങനെ പറയാൻ പറ്റുമോ? എന്നോട് പറയായിരുന്നല്ലോ. ഞാൻ പാവം, ഞാൻ രഹസ്യമായിട്ട് മെസ്സേജ് ചെയ്തു, പക്ഷെ അവൾ പറഞ്ഞില്ല. ഇങ്ങനെയാണ് ഇത് ശരി റിവീൽ ചെയ്യാന്ന് വിചാരിച്ചത്. ലോക്ക്ഡൌണിന്റെ സമയത്താണ് ഞങ്ങൾ ആദ്യമായിട്ട് ഇത്രയും ഗ്യാപ്പിൽ കാണാണ്ടിരിക്കണേ. അപ്പം ആളുടെ വീട്ടിലും ഞാൻ ഇവിടെ എന്റെ ഫാമിലിന്റെ ഒപ്പം. കൊച്ചിയിലാവുമ്പോൾ നമ്മൾ കാണും. ഉണ്ണിയേട്ടൻ ഗുരുവായൂർക്ക് പോയി. അപ്പം പെട്ടെന്ന് എൻ്റെ അടുത്ത് ഞാൻ ആ സമയത്ത് പബ്ജി അഡിക്റ്റഡ് ആയിരുന്നു. ഞാൻ പബ്ജി കളിക്കുന്നതിൻ്റെ ഇടയിൽ ഉണ്ണിയുടെ കോള് വന്നു. ഞാൻ കളിക്കുന്നതിൻ്റെ ഇടയിൽ കൂടിയാണ് ഫോൺ എടുക്കുന്നത്. എന്നോട് പറഞ്ഞു, താഴെ ആമസോണിൽ ഒരു സാധനം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, അതൊന്ന് പോയിട്ട് എടുക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം തന്നെ എടുക്കണോ? അപ്പം ഞാൻ ഈ ഗെയിം കളിച്ചോണ്ടാ താഴേക്ക് ഇറങ്ങണതൊക്കെ ഗെയിം കളിച്ചോണ്ട്. എന്നിട്ട് ഞാൻ ബോയിനെ തപ്പുമ്പോൾ അവിടെ മുമ്പിലിരിക്കുന്നത് ഉണ്ണിയേട്ടൻ. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഷോക്കായി, കാരണം ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഉണ്ണിയേട്ടൻ അവിടെ ഉണ്ടാവുന്നുള്ളത്. അന്ന് എന്റെ കൂടെ എന്റെ അനിയനുണ്ടായിരുന്നു. ഞാൻ ഏട്ടനെ പോയി ഹഗ് ചെയ്തു. അത് അവൻ എടുത്തു. അപ്പൊ ഈ ഫോട്ടോ ആണ് ആഫ്റ്റർ 57 days എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ട് ഞാൻ ആ ഫോട്ടോ ഇട്ടു. ആള് വൈനും കൊണ്ട് വന്നതായിരുന്നു എനിക്ക്. അങ്ങനെയാണ് നല്ല ഗിഫ്റ്റുകൾ കൊണ്ട് കാമുകന്മാര് വരുന്നത് കേട്ടിട്ടുണ്ട്. മോതിരം, ഫോണ്, അത് വൈനും കൊണ്ട് ഒരു കാമുകം വരുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കാം. മൊത്തത്തിൽ ഇവര് ആകെ അവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ആൾക്കാരാണെന്ന് ഇത്രയും നേരം നമുക്ക് സംസാരിച്ചേ. നിങ്ങൾ രണ്ടുപേരും ഭയങ്കര മനപ്പൊരുത്തമാണെന്നൊക്കെ നാട്ടുകാർ പറയുന്നുണ്ട്. പക്ഷെ എനിക്കത് അങ്ങോട്ട് വിശ്വാസമാവുന്നില്ല. അതുകൊണ്ട് ഞാനൊരു ചെറിയൊരു ടെസ്റ്റിംഗ് നടത്തിയല്ലോ മനപ്പൊരുത്തം. എങ്ങനെയുണ്ട് നിങ്ങളുടെ മനപ്പൊരുത്തം? സിമ്പിൾ ആയിട്ട് ആൻസർ പറയാൻ പറ്റുന്നതാണ്, ഹെവി ഒന്നും അല്ല. റെഡി? യെസ്. അപ്പൊ നമ്മളെ രണ്ട് കുട്ടികൾ ഇവിടെ എഴുതാനായിട്ട് റെഡി ആയിട്ട് ചോക്കൊക്കെ പിടിച്ച് മിടുക്കനും മിടുക്കിയായിട്ട് ഇരിക്കുകയാണ്. അവർക്ക് ഞാൻ ഐശ്വര്യമായിട്ട് നല്ല ഏത് കളർ വേണം? എനിക്ക് യെല്ലോ, ഓറഞ്ച്. ഓക്കെ. അപ്പൊ ഇതിലാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സ് തുറന്ന് എഴുതേണ്ടത് കേട്ടോ. ഞാൻ ഇങ്ങനെ ക്വസ്റ്റ്യങ്ങൾ ഇങ്ങനെ ചോദിക്കും. നിങ്ങൾ ആദ്യമായി ഒരുമിച്ച് യാത്ര ചെയ്ത ട്രെയിനിന്റെ പേര്? ഏറ്റവും കൂടുതൽ സോറി പറയുന്ന ആള്? അടുത്തത്, ഏറ്റവും കൂടുതൽ കാശ് ചെലവാക്കുന്ന ആള്? എനിക്കറിയാം. കാശ് പണ ഗട്ട് മണി മണി, കാശ് പണ ഗട്ട് മണി മണി. ഒരുമിച്ച് ആദ്യം കണ്ട സിനിമ? നിങ്ങൾ ഒരുമിച്ച് ആദ്യം കണ്ട സിനിമ? ഓക്കെ. ഇനി കല്യാണ ദിവസം ദുർഗ ഇട്ടിരുന്ന മാലയുടെ എണ്ണം? ഇല്ല, ഞാൻ ഒരിക്കലും പറയില്ല. ഓക്കെ. അർജുൻ കഴിഞ്ഞോ? ചോദ്യം കഴിഞ്ഞോ? ഓക്കെ. അപ്പൊ ഞാൻ ഒന്നോടെ ആ ചോദ്യം അങ്ങോട്ട് ചോദിക്കും കേട്ടോ. ആദ്യമായി ഒരുമിച്ച് യാത്ര ചെയ്ത ട്രെയിനിന്റെ പേര്? ജനശതാബ്ദി. ഏറ്റവും കൂടുതൽ സോറി പറയുന്നത്? അർജുൻ എന്താ ഇരിക്കണേ? ഏറ്റവും കൂടുതൽ സോറി ഞാനാ പറയുന്നത്. ആരാ പറയുന്നത്? ആരാ പറയുന്നത്? ഇനി ഏറ്റവും കൂടുതൽ കാശ് ചെലവാക്കുന്ന ആള്? ഞാൻ ടിക്കറ്റ് കഴിഞ്ഞു. ഏതാണ് അർജുൻ? ഏതാണ്? എന്തിനാണ് ഏറ്റവും കൂടുതൽ കാശ് ചെലവാക്കുന്നത്? ദുർഗ, അർജുൻ പറയൂ. അങ്ങനെയൊന്നുമില്ല, ആൾക്ക് ചിലപ്പോ പെട്ടെന്ന് കാണുന്ന എന്താണോ എടാ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണെങ്കിൽ അപ്പൊ ഞാൻ വേറൊരാൾക്ക് സന്തോഷം എങ്ങനെയാവും ഞാൻ ഭയങ്കരമായിട്ട് കാശ് ചെലവാക്കും. പണം എനിക്കൊരു പ്രശ്നമല്ല. എന്റെ ബർത്ത്ഡേ വരുന്നുണ്ട് 2-3 മാസം കഴിയുമ്പോ. ആണോടാ? എനിക്കും കുറച്ച് സന്തോഷവും ഗിഫ്റ്റ് ഒക്കെ ആഗ്രഹമുള്ള ഒരാളാണ്. ലോക്ക്ഡൌൺ തീരല്ലേ, ലോക്ക്ഡൌൺ തീരല്ലേ. ഒരുമിച്ച് നിങ്ങൾ ആദ്യമായി കണ്ട സിനിമ? MS ധോണി അല്ല, നമ്മൾ ആദ്യം കണ്ട മൂവി ആഡം ജോൺ. അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട്. നിങ്ങൾ കഴിഞ്ഞ ഇന്റർവ്യൂ MS ധോണി അല്ലേ പറഞ്ഞ? അല്ല, അത് കഴിഞ്ഞു പോയ പരിപാടിയല്ലേ. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്.
കുട്ടി വോഡ്ക അടിച്ചിട്ട് പടത്തിന്റെ പേര് മറന്നുപോയതാണ് കുട്ടി. അല്ലടാ ആണടാ. ശരി. ഇനി അടുത്തത്, കല്യാണ ദിവസം ദുർഗയുടെ മാലയുടെ എണ്ണം. അർജുൻ? എനിക്ക് അറിയില്ല. അറിയില്ല. അങ്ങനെ പറയരുത്. ഈ ഒരു അറിയില്ല എന്ന് പറയുന്ന ഒറ്റ ചോദ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അർജുൻ അങ്ങനെ ആഭരണങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരാളെ അല്ല. ദുർഗയുടെ മനസ്സിനെ, ദുർഗയുടെ സൗന്ദര്യത്തിനെ, ദുർഗയുടെ കഴിവിനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചവനാണ് അർജുൻ. ഭയങ്കരം തന്നെ. അല്ല, ഞാൻ ഇപ്പോഴുള്ള ആണുങ്ങൾക്കൊക്കെ മാതൃകാ പുരുഷനാണ് അതാ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന അർജുൻ. എനിക്ക് ഓർണമെന്റ്സ് താല്പര്യമില്ല. അത് പക്ഷെ ബുദ്ധിമുട്ടാടാ, ഗോൾഡ് ഒന്നും വാങ്ങിച്ചിട്ടില്ലല്ലോ. അതെ, ആ കാര്യത്തിൽ നിനക്ക് ഓർണമെന്റ്സ് ഒന്നും വാങ്ങിക്കില്ല. അതെ. എത്ര മാല? എനിക്ക് എക്സാക്ട് അറിയില്ല, ഞാൻ പക്ഷെ 5 എഴുതിയിട്ടുണ്ട്. 5 ആണോ? അതിൽ കൂടുതലില്ലേ? എനിക്ക് ഓർമ്മയില്ല. വലിയ ചന്ദനാദി എന്ന ബെസ്റ്റാ. ഓർമ്മശക്തി കൂടും, നല്ല ഉന്മേഷം കിട്ടും. അപ്പൊ ജയിച്ചിരിക്കുന്ന ആരാണ്? ദുർഗയാണ്. വലിയൊരു കയ്യടി. അപ്പൊ നിങ്ങളുടെ ലൈഫ് ലോങ് ഇതേപോലെ നല്ല അസലായിട്ട് മനപ്പൊരുത്തം ഉണ്ടാവട്ടെ എല്ലാ കാര്യത്തിലും. നമുക്ക് ഒരു ടാസ്ക് ഉണ്ട്, തോറ്റ ആൾക്കാണ് സത്യത്തിൽ ടാസ്ക്. കൊടുക്ക്. ഇന്നല്ല, മനസാക്ഷി ഒന്നുമില്ല, കൊടുക്കാം. നമുക്ക് തവളച്ചാട്ടം കളിച്ചാലോ? പാവടാ. ടാസ്കിന് വേണ്ടിയിട്ടുള്ള എന്റെ സാധനം ദാ ഇവിടെ റെഡിയാണ്. ഇതെന്താണെന്ന് മനസ്സിലായോ? പാലല്ല, തൈരല്ല. ദിസ് ഈസ് മാവ്. ഇഡ്ലി മാവ്, ദോശമാവ്. ഇതെന്താന്ന് വെച്ചാൽ ഈ മാവ് വെച്ചിട്ട് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇഡ്ലി ദോശ ഉണ്ടാക്കാൻ നമുക്ക് പറ്റൂലല്ലോ. അപ്പോ എനിക്ക് അർജുന്റെ സൗന്ദര്യം കണ്ടപ്പോ നല്ലൊരു സ്റ്റാർ ആവാനുള്ള ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നി. യു ലുക്കിംഗ് സോ ഹാൻസം. അപ്പൊ ഞാൻ വിചാരിച്ചു അർജുനെ കൊണ്ട് എന്റെ ഈ മാവിന്റെ ഒരു പരസ്യം പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും. എന്റെ മാവല്ല, വേറെ ആരോ മാവ്, അല്ലെങ്കിൽ എന്റെ മാവെങ്കിൽ അങ്ങനെ. അപ്പൊ ഇതിന്റെ പരസ്യം പറയണം. മാവിന്റെ ഇരിക്കൂ, അതായത് മാവിന്റെ ഗുണങ്ങൾ, ഈ മാവ് കഴിച്ച് ഈ മാവ് കൊണ്ട് ഉണ്ടാക്കുന്ന ഇഡ്ഡലി ദോശ എങ്ങനെ ഉണ്ടാവും, വാട്ട് എവർ അർജുന മനസ്സിൽ തോന്നുന്നൊക്കെ നല്ല അസലായിട്ട് നല്ലൊരു മാവിന്റെ പരസ്യം. റെഡി? അപ്പൊ നമുക്ക് അർജുന്റെ പ്രസന്റേഷനിലേക്ക് പോവാം. റെഡി? കേരളത്തിലെ എല്ലാ ദോശ ഇഡ്ഡലി പ്രേമികൾക്കും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു സ്വാസിക മാവ്. വില തുച്ഛം, ഗുണം മെച്ചം. സ്വാസികയുടെ വീട്ടിൽ തന്നെ അരച്ചുണ്ടാക്കിയ മാവാണ്. സോ നിങ്ങളുടെ ആരോഗ്യത്തിനും നിങ്ങളുടെ കുട്ടികളുടെ ബുദ്ധി വളർച്ചയ്ക്കും ഓർമ്മയ്ക്കും എല്ലാം കൊണ്ടും വളരെ മെച്ചം. സ്വാസികയുടെ പോലെ സൗന്ദര്യം കിട്ടണമെങ്കിലും ഈ മാവ് തന്നെ കഴിക്കാം. സ്റ്റേറ്റ് അവാർഡ് വിന്നർ ആയിട്ടുള്ള സ്വാസികയുടെ വീട്ടിൽ നിന്ന് വരുന്ന വളരെ ഗുണമേന്മയുള്ള മാവാണ്. എല്ലാവരും വാങ്ങുക, ഉപയോഗിക്കുക സ്വാസിക മാവ്. എന്റെ മാവിനെ ഞാൻ ഇത്ര നല്ലൊരു മാവാണ് ഞാൻ ആട്ടിയെന്ന് എനിക്ക് ആട്ടിയപ്പോ വരെ മനസ്സിലായില്ല. ഇപ്പോഴാണ് ഓർമ്മശക്തിയൊക്കെ ഉണ്ടാവും എനിക്ക് തോന്നിയത്. അപ്പൊ എല്ലാരും വാങ്ങിക്കണം കേട്ടോ. ഓർമ്മശക്തി, സൗന്ദര്യം, കഴിവ് എല്ലാം വേണമെങ്കിൽ സ്വാസിക. സൗന്ദര്യം ഉദ്ദേശിക്കുമ്പോ ഇത് ദോശയോട് ഒന്നും ഇടയ്ക്ക് മുഖത്തും തയ്ക്കാം അല്ലേ? വേണമെങ്കിൽ. പക്ഷെ എന്തായാലും അർജുൻ അസലായിട്ട് അത് അവതരിപ്പിച്ചു. താങ്ക് യു. അപ്പൊ നമ്മുടെ റെഡ് കാർപ്പറ്റ് ഷോവിന്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഷോ ആണ്. അപ്പൊ ഇന്നും നിങ്ങളുടെ മുന്നിൽ പെർഫോം ചെയ്യാനായിട്ട് ഒരു പെൺകരുത്ത് നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് വരികയാണ്. നമുക്കത് ആരാണെന്നുള്ളത് ഇവിടെ വന്നിട്ട് കൂടുതൽ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. അപ്പൊ ഒരു സിംഗറാണ്, ഐശ്വര്യ എന്നാണ് പേര്. അപ്പൊ നമുക്ക് വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ഐശ്വര്യ. നമസ്കാരം, ഞാൻ ഐശ്വര്യ. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിലാണ് താമസിക്കുന്നത്. ഞാൻ ചെന്നൈ ശ്രീരാമചന്ദ്ര മെഡിക്കൽ കോളേജിൽ 3rd ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ പാഷൻ എന്ന് പറയുന്നത് സംഗീതം തന്നെയാണ്. മ്യൂസിക്കിൽ എൻ്റെ ആദ്യ ഗുരു ശ്രീമതി മിനി ടീച്ചറാണ്. പിന്നീട് SP സ്കൂൾ ഓഫ് മ്യൂസിക്കിൽ വെള്ളയാണി അശോക് കുമാർ സാറിൻ്റെ കീഴിലും പിന്നെ രാധാകൃഷ്ണൻ സാറിൻ്റെ കീഴിലും സംഗീതം അഭ്യസിച്ചു. മലർക്കളെ മലർക്കളെ ഇത് എന്ന കനവാ, മലകളെ മലകളെ ഇത് എന്ന നിனைவா. ഇതാണ് എൻ്റെ ഫാമിലി. അച്ഛൻ, അമ്മമ്മ, ഇത് അമ്മ. അച്ഛൻ മോഹനകുമാർ ട്രിവാൻഡ്രം ഇംഗ്ലീഷ് ഇന്ത്യൻ പ്ലേസ് കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നു. ഇപ്പോൾ റിട്ടയറായി. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ഒരു കമ്പനിയിൽ ഓഫീസ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. അമ്മ ഗവൺമെൻറ് സ്കൂൾ കുഴിവിളയിൽ ഹെഡ് മിസ്ട്രസ്സാണ്.
ഇത് അച്ഛൻ്റെ അമ്മ. വനിതകളുടെ ടാലൻസിനെ ലോകത്തിന് മുന്നിൽ എത്തിക്കുന്ന അമൃത ടിവിയിലെ റെഡ് കാർപ്പറ്റ് എന്ന ഷോയിൽ എനിക്കും ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അത് വളരെ നന്നായി ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. താങ്ക് യു സോ മച്ച്. ഐശ്വര്യ പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒരുപാട് സന്തോഷം. പിന്നെ ദുർഗ ചേച്ചിയാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ ഞാൻ സ്ഥിരം വാച്ച് ചെയ്യാറുള്ള ഒരു ഷോ ആണ് റെഡ് കാർപ്പറ്റ്. വളരെ സന്തോഷമായി. ദുർഗ, ഐശ്വര്യ ഒരു MBBS പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണ്. അപ്പൊ നമുക്ക് ഭാവിയിലെ ഒരു നല്ലൊരു ഡോക്ടറിനെ കിട്ടാൻ പോവാണ്. എന്തിനാണ് സ്പെഷ്യലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? എനിക്ക് ജനറൽ മെഡിസിനാ താല്പര്യം. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻട്രൻസ് ഉണ്ടല്ലോ. അതെ അതെ അതെ. ഓക്കെ, അപ്പൊ വേറെ കൂടെ വന്നിരിക്കുന്ന ആൾക്കാർ നമുക്ക് പരിചയപ്പെടാം അല്ലെ? അമ്മ അച്ഛനാണോ വന്നിരിക്കുന്നത്? ഓക്കെ, നമസ്കാരം രണ്ടുപേർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. പറയൂ, എന്താ അച്ഛൻ്റെ അമ്മയുടെ പേര് പറയൂ. എൻ്റെ മോഹനകുമാർ എന്നാണ് പേര്. മോഹനകുമാർ. അതെ അതെ അതെ. ഞാൻ 27 വർഷം ഇംഗ്ലീഷ് ഇന്ത്യൻ ക്ലേസ് എന്ന് പറയുന്ന വ്യവസായ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നു. ജോലി ചെയ്തിട്ട് കഴിഞ്ഞ ഓഗസ്റ്റിൽ റിട്ടയറായി. നമുക്ക് അമ്മയെ പരിചയപ്പെടാം. അമ്മയുടെ പേര് പറയൂ. എൻ്റെ പേര് രാധാദേവി. 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 ഞാൻ ബാലരാമപുരത്തെ താന്നിവിള എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്, അവിടെ ഒരു ഗവൺമെന്റ് സ്കൂളിലെ ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നു. എങ്ങനെയാണ് ഐശ്വര്യ? മിടുക്കിയാണോ വീട്ടില്? പഠിത്തത്തിനും പാട്ടിനും എല്ലാത്തിനും മിടുക്കിയാണോ? മിടുക്കിയാണ്. ഐശ്വര്യ ഒരു സീരിയലിന് വേണ്ടിട്ട് പ്ലേ ബാക്ക് ഇത് പാടിയിട്ടുണ്ടല്ലേ? ഓക്കെ, പിന്നെ വേറെ എന്തൊക്കെയാണ് ചെയ്തിരുന്നത്? പിന്നെ ഓൾ ഇന്ത്യ റേഡിയോയില് സിംഗറാണ്, ആയിരുന്നു, ഇപ്പോഴും ആണ്. പിന്നെ ഫ്രാൻ എന്ന് പറയുന്ന കേന്ദ്ര സംഘടനയുണ്ട് നെയ്യാറ്റിൻകരയില്, അവിടെ 6 തവണ കലാതിലകമായിരുന്നു. പിന്നെ അങ്ങനെ അങ്ങനെ. ഐശ്വര്യ പഠിക്കുന്നത് ചെന്നൈയിലാണ് കേട്ടോ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഓൺലൈൻ ക്ലാസ് ആയിരിക്കുമല്ലോ നടക്കുന്നത് അല്ലേ? ഈ ഓൺലൈനിലൂടെ സർജറി ചെയ്യാൻ പറ്റുന്ന എന്ത് ചെയ്യും? നടക്കത്തില്ല എന്ന് പറയുമല്ലേ? ഇനിയിപ്പോ പറയാൻ പറ്റില്ല. അർജുൻ അങ്ങനെയൊക്കെ സംവിധാനം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഓൾറെഡി ചെയ്യുന്നുണ്ട് ഓൺലൈനിലൂടെ, ലൈവിലൂടെ. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് 3 Idiots എന്നുള്ള മൂവിയില്. യെസ്, താങ്കൾ അതിനു വേണ്ടി സ്പെഷ്യലി പഠിക്കേണ്ടതായിട്ടിരിക്കുന്നു. എന്തായാലും നമ്മൾ ഐശ്വര്യ വന്നു, അപ്പൊ കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. നമുക്ക് ഐശ്വര്യയുടെ പാട്ടൊന്ന് കേട്ടാലോ? നമുക്ക് വേണ്ടി ഏത് പാട്ടാണ് ഇന്ന്? കണ്ണാളനെ സോങ് ആണ്. കണ്ണാളനെ തമിഴ് സോങ്. അപ്പൊ ഓൾ ദി ബെസ്റ്റ് ഐശ്വര്യ. கண்ணாளனே எனது கண்ணை நேற்றோடு காணவில்லை, என் கண்களை பறித்து கொண்டும் ஏன் இன்னும் பேசவில்லை, ஆளான ஒரு செய்தி அறியாமலே அலைப்பாயும் சிறு பேதை நானோ, உன் பேரும் என் பேரும் தெரியாமலே உள்ளங்கள் இடமாறுமேனோ, வாய் பேசவே வாய்ப்பில்லையே, வலி தீர வழி என்னவோ, கண்ணாளனே எனது கண்ணை நேற்றோடு காணவில்லை, என் கண்களை பறித்து கொண்டும் ஏன் இன்னும் பேசவில்லை, ஆளான ஒரு செய்தி அறியாமலே அலைப்பாயும் சிறு பேதை நானோ, உன் பேரும் என் பேரும் தெரியாமலே உள்ளங்கள் இடமாறுமேனோ, வாய் பேசவே வாய்ப்பில்லையே, வலி தீர வழி என்னவோ, உந்தன் கஞ்சாடை விழுந்ததில் நெஞ்சம் நெஞ்சம் தறி கெட்டு தளம்பது நெஞ்சம், இந்த நூலாடை பறந்ததில் கொஞ்சம் கொஞ்சம் பிறை முகம் பார்த்தது கொஞ்சம், இரத்தம் கொதி கொதிக்கும் உலை கொதித்திடும் நீர்க்குமிழ் போல, சித்தம் துடி துடிக்கும் புயல் எதிர்த்திடும் ஓரிலை போல, பனித்துளிதான் என்ன செய்யுமோ மூங்கில்
மூங்கில் காடென்று ஆயினள் மாது கண்ணாளனே எனது கண்ணை நேற்றோடு காணவில்லை என் கண்களை பறித்து கொண்டும் ஏன் இன்னும் பேசவில்லை ஆளான ஒரு செய்தி அறியாமலே அலைப்பாயும் சிறு பேதை நானோ உன் பேரும் என் பேரும் தெரியாமலே உள்ளங்கள் இடமாறுமேனோ வாய் பேசவே வாய்ப்பில்லையே வலி தீர வழி என்னவோ ஒரு மின்சார பார்வையின் வேகம் வேகம் உன்னோடு நான் கண்டு கொண்டே ஒரு பெண்ணோடு தோன்றிடும் தாவும் தாவும் என்னோடு நான் கண்டு கொண்டே என்னை மறந்து விட்டேன் இந்த உலகத்தில் நான் இல்லை உன்னை இழந்து விட்டால் இந்த மலரிலும் தேனில்லை இது கனவா இல்லை நனவா என்னை கேளி உண்மை தெளிந்தேன் உன்னை பார்த்தெந்தன் தாய்மொழி மறந்தேன் கண்ணாளனே எனது கண்ணை நேற்றோடு காணவில்லை என் கண்களை பறித்து கொண்டும் ஏன் இன்னும் பேசவில்லை ஆளான ஒரு செய்தி அறியாமலே அலைப்பாயும் சிறு பேதை நானோ உன் பேரும் என் பேரும் தெரியாமலே உள்ளங்கள் இடமாறுமேனோ வாய் பேசவே வாய்ப்பில்லை வலி தீர வழி என்னவோ கண்ணாளனே எனது கண்ணை நேற்றோடு காணவில்லை என் கண்களை பறித்து கொண்டும் ஏன் இன்னும் பேசவில்லை கண்ணாளனே ഐശ്വര്യ അസലായിരുന്നു ഭയങ്കര മനോഹരമായ ഒരു പാട്ടായിരുന്നു അത് മനോഹരമായിട്ട് തന്നെ ഐശ്വര്യ പാടി നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ എന്നാ അടുത്തേക്ക് വന്നോളൂ നല്ലൊരു പാട്ടുകാരിയും അതേപോലെ തന്നെ നല്ലൊരു ഡോക്ടർ ആ ഒരു മേഖലയിലും ഒക്കെ ഉയരങ്ങൾ കീഴടക്കാൻ ഐശ്വര്യക്ക് സാധിക്കട്ടെ നല്ല നല്ല പാട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു പിന്നെ നമ്മുടെ ഡാൻസേഴ്സ് അവർക്കും വലിയൊരു കയ്യടി അവരും അടിപൊളിയായിട്ട് ചെയ്തു അപ്പൊ ഐശ്വര്യ നമ്മുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ ഒരുപാട് സന്തോഷം ഇത്രയും നല്ലൊരു സ്റ്റേജിൽ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയത് തന്നെ വളരെ വലിയൊരു ഭാഗ്യമാണ് അതുപോലെ എല്ലാ റെഡ് കാർപ്പറ്റിലെ എല്ലാ ക്രൂ മെമ്പേഴ്സിനും ചേച്ചിക്കും എല്ലാവർക്കും താങ്ക് യു സോ മച്ച് താങ്ക് യു ഐശ്വര്യ അപ്പൊ ദുർഗ അർജുൻ നമുക്ക് ഐശ്വര്യ കുട്ടിക്ക് വേണ്ടി ഒരു ചെറിയ സമ്മാനം ആളാന ഒരു ചെയ്തി അറിയാമലേ അലപ്പായും സിறு பேதை ഞങ്ങൾ ശരിക്കും ലക്കിയാണ് ഇത് ഐശ്വര്യക്ക് ഇങ്ങനെ ഒരു മൊമെന്റ് കൊടുക്കാൻ പറ്റിയതില്ല നമ്മുടെ പെൺകുട്ടികളുടെ ഒരു കരുത്തും അവരുടെ കഴിവും തെളിയിക്കുന്ന ഒരു ചെമ്പരവതാനി വിരിച്ച വേദിയാണ് നമ്മുടെ റെഡ് കാർപ്പറ്റ് അതിൽ ഒരുപാട് നല്ല പെർഫോമൻസുകൾ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവും നമ്മളുടെ ഒരു പുതിയ രീതിയിലേക്ക് നമ്മൾ മൊത്തത്തിൽ ഷോ ഒക്കെ മാറ്റിയപ്പോൾ വേറൊരു നല്ല കാര്യം ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു കരുതൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണം എന്നുള്ള ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി നമ്മളൊരു ചെറിയൊരു ടാബ് അവർക്ക് പഠിക്കാനായിട്ടുള്ള ഓൺലൈൻ സൗകര്യം അപ്പോൾ അതിന് സൗകര്യമില്ലാത്ത ഒരു കുട്ടിയെ നമ്മളിതാ ഇവിടെ വിളിച്ച് അമൃത ടിവിയുടെ വക നമ്മളൊരു സമ്മാനം ഒരു സ്നേഹം നൽകാൻ പോവാണ് നമുക്ക് ആ കുട്ടിയെ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഓക്കെ അപ്പോൾ വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ഗൗരി
നല്ല പെർഫോമൻസ്, നമ്മുടെ ഐശ്വര്യയുടെ ഒരു പാട്ട് കേട്ടു, ആൻഡ് ഗൗരിക്കുട്ടിയുടെ വിശേഷങ്ങൾ, ഇതെല്ലാം കൊണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു എപ്പിസോഡായിരുന്നു റെഡ് കാർപ്പറ്റ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളും പുതിയ പെർഫോമേഴ്സുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ഞങ്ങളുടെ ഈ ഷോയിലേക്ക് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ ഞങ്ങൾ ഇൻഫോം ചെയ്യുക. നിങ്ങൾക്കും വേണ്ടിയിട്ടും ഞങ്ങളുടെ ഈ റെഡ് കാർപ്പറ്റിന്റെ വേദി ഇങ്ങനെ തുറന്നിട്ടിരിക്കുകയാണ്. സോ അടുത്ത എപ്പിസോഡിൽ കാണാം. Till then, take care and bye bye. This is Red Carpet. മൂന്നെണ്ണം ഞാൻ വീഴ്ത്തിയിരിക്കണം. ശ്വാസമടക്കി പിടിച്ച് സോച്ചി. இன்னைக்கு துர்காஷ்டமி, உன்னை கொன்னு ஒரு ரத்தத்தை குடிச்சு ஓங்கார நடனம் ஆடுவேன். ഒരിടത്തൂരയൽ വക്കത്തെ കന്നി പെൺകൊടി നങ്ങേലി തിരുവാണിക്കാവിൽ പൂരം കാണാൻ പോയതു നന്നായി. നമസ്കാരം, ഫേക്ക് ന്യൂസിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ജയകൃഷ്ണൻ, 18 വയസ്സ്. ഞാൻ അമൃത നായർ, 12 വയസ്സ്. 50 വയസ്സ്. നമുക്ക് ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകളിൽ ഒന്ന്, സ്വാസിക വിജയ് രാജമൗലിയുടെ സിനിമയിൽ ഇപ്പോൾ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചു വരികയാണ്. Costume courtesy for Swastika. Akira by Shinu Ushas. Ornaments courtesy for Swastika. Himani Jewelry Store.